അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഫേസിൽ പർട്ടിക്കുലർലി ഫേസിൽ നമ്മുടെ ഒരു ഓയിൽ സെക്രീറ്റ് ചെയ്യുന്ന ഗ്ലാൻസ് ആണ് സെബേഷ്യസ് ഗ്ലാൻഡ്. അപ്പോൾ ആ ഗ്ലാൻഡിൻ്റെ സെക്രീഷൻ എങ്ങനെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു വലിപ്പം, മോർഫോളജി, അത് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ശരിക്കും നമ്മൾ ഈ പറയുന്ന ഓയിലി സ്കിൻ അല്ലെങ്കിൽ ഡ്രൈ സ്കിൻ അല്ലെങ്കിൽ കോമ്പിനേഷൻ സ്കിൻ എന്നുള്ള രീതിയിൽ പറയുന്നത്. നമ്മളിപ്പോൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത് നമുക്കൊരു UV റേസിൽ നിന്നുള്ള പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ UV റേസിൻ്റെ ഏറ്റവും മേജർ സോഴ്സ് നമ്മുടെ സൂര്യനാണെങ്കിലും വളരെ കോമൺ ആയിട്ടുള്ള നമ്മുടെ CFL ലാമ്പ് അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോൺസ്, TV, അതെല്ലാം ഒരു സോഴ്സസ് ഓഫ് UV ആണ്. അതുപോലെ തന്നെ സെബേഷ്യസ് ഗ്ലാൻഡിൻ്റെ സെക്രീഷൻ കൂടുന്നത് കാരണം അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ സ്കിന്നിൽ തന്നെയുള്ള ഒരു ബാക്ടീരിയയുടെ അളവ് കൂടുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മുഖക്കുരു വരാനുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ ഡയറ്റിന് ശരിക്കും ഒരു റോളുണ്ട്. നമ്മളിപ്പം ഞാൻ പേഷ്യൻസിനോട് പറയാറുണ്ട്, നമ്മൾ ഈ കിച്ചണിലുള്ള കാര്യങ്ങളെല്ലാം ഫേസിൽ അപ്ലൈ ചെയ്യുന്നതിന് പകരം നമ്മളത് കഴിക്കുന്നത് ഒത്തിരി ഹെൽപ്പ് ചെയ്യും. ഫ്രൂട്ട്സ് അല്ലെങ്കിൽ നമസ്കാരം. സെൻറ്റ് മേരീസ് ഹോസ്പിറ്റലിൻ്റെ മറ്റൊരു പോഡ്കാസ്റ്റ് എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ സമൂഹത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. ഡെർമറ്റോളജി അഥവാ ചർമ്മരോഗം, മുടി, നഖം എന്നിവയെക്കുറിച്ചുള്ള ആരോഗ്യ സംരക്ഷണത്തെക്കുറിച്ചുള്ള കൂടുതലായുള്ള കാര്യങ്ങളും അതിനെക്കുറിച്ചുള്ള സംശയങ്ങളും നമുക്കിന്ന് ഇവിടെ ചർച്ച ചെയ്യാം. അതിനായി സെൻറ്റ് മേരീസ് ഹോസ്പിറ്റലിലെ ഡെർമറ്റോളജിസ്റ്റ് ഡോക്ടർ നിർമ്മ ജോയ് നമ്മളോടൊപ്പമുണ്ട്. വെൽക്കം മാഡം. താങ്ക് യു. നമ്മുടെ ഹോസ്പിറ്റലുകളിലെല്ലാം ഡെർമറ്റോളജി എന്ന് പറയുന്നൊരു ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. എന്താണ് ഈ ഡെർമറ്റോളജി? അവിടെ നമുക്ക് എന്തൊക്കെ സർവീസുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഒന്ന് വിശദീകരിക്കാമോ? ശരിക്കും നമ്മുടെ ബോഡിയിലെ ബാക്കിയുള്ള ഓർഗൻസിനെ പോലെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള ഓർഗനാണ് സ്കിൻ. അപ്പോൾ ഡെർമറ്റോളജിയിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് സ്കിൻ, അതുപോലെ അതിൻ്റെ റിലേറ്റഡ് സ്ട്രക്ചേഴ്സായ നെയിൽ, ഹെയർ, മ്യൂക്കസ് മെംബ്രെയിൻ. ഈ സ്ട്രക്ചേഴ്സിൽ വരാൻ സാധ്യതയുള്ള അസുഖങ്ങളെ ഡയഗ്നോസ് ചെയ്യുക, അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്, അല്ലെങ്കിൽ അതിൽ വരാൻ സാധ്യതയുള്ള ഇഷ്യൂസിനെ പ്രിവെൻഷൻ, ഇതാണ് ഡെർമറ്റോളജിയിൽ കവർ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇൻക്ലൂഡ് ചെയ്യുന്നത് വളരെ നമ്മൾ കോമൺ ആയി കാണാറുള്ള ആക്നെ പോലുള്ള ഇഷ്യൂസ്, അല്ലെങ്കിൽ ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസായി എക്സിമ, സോറിയാസിസ്, അല്ലെങ്കിൽ ഇൻഫെക്ഷൻസ് എല്ലാം. അതേപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ ഡെർമറ്റോളജിയിൽ ഇപ്പം കൂടുതലായിട്ടുള്ളതാണ് കോസ്മെറ്റോളജി. അതായത് നമുക്ക് നമ്മുടെ ബോഡിയിലുള്ള നോർമലായിട്ടുള്ള ഏജിങ് ചേഞ്ചസ്, അല്ലെങ്കിൽ പിഗ്മെൻറ്റേഷൻ, സ്കിൻ ടാനിങ് ഇഷ്യൂസ്, അതിന് നമ്മൾ റിജുവനേഷൻ പോലുള്ള പ്രൊസീജിയേഴ്സ്, അങ്ങനെയുള്ളതെല്ലാം ഡെർമറ്റോളജിയിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നതാണ്. മാം, നമുക്ക് പലതരത്തിലുള്ള സ്കിൻ ടൈപ്പുകളുള്ളവരുണ്ട്. ഈ സ്കിന്നിൻ്റെ ടൈപ്പ് നമുക്ക് എങ്ങനെ ഓരോരുത്തർക്കും അവനവൻ്റേത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും? അതിനെക്കുറിച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? വളരെ ഐഡിയലായിട്ട് പറയുകയാണെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് സ്കിൻ ടൈപ്പ് എന്ന് പറയുന്നത് ഫിറ്റ്സ്പാട്രിക് എന്ന് പറയുന്ന ഒരു ക്ലാസിഫിക്കേഷനാണ്. അത് ആക്ച്വലി നമ്മുടെ സ്കിന്നിൻ്റെ കളർ, അല്ലെങ്കിൽ നമ്മൾ എത്രത്തോളം സൺ പ്രൊട്ടക്ഷൻ വേണം, സ്കിൻ ക്യാൻസേഴ്സ് ഡെവലപ്പ് ചെയ്യാനുള്ള ടെൻഡൻസി, അത് ബേസ്ഡ് ആണ്. അപ്പം നമ്മുടെ ഇന്ത്യൻ സ്കിൻ എന്ന് പറയുന്നത് ഒരു ഫിറ്റ്സ്പാട്രിക് 3 അല്ലെങ്കിൽ ഫിറ്റ്സ്പാട്രിക് 4 ആണ്. പക്ഷേ യൂഷ്വലി ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്ന ഒരു സ്കിന്നിൻ്റെ അല്ലെങ്കിൽ സ്കിൻ ഫേസിൻ്റെ ഒരു സ്കിൻ ടൈപ്പ് അറിയാൻ വേണ്ടി എല്ലാവരും പറയാറുള്ള ഒരു ഓയിലി സ്കിന്നാണോ, അത് ഒരു ഡ്രൈ സ്കിന്നാണോ, കോമ്പിനേഷൻ സ്കിന്നാണോ? അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഫേസിൽ പർട്ടിക്കുലർലി ഫേസിൽ നമ്മുടെ ഒരു ഓയിൽ സെക്രീറ്റ് ചെയ്യുന്ന ഗ്ലാൻസ് ആണ് സെബേഷ്യസ് ഗ്ലാൻഡ്. അപ്പോൾ ആ ഗ്ലാൻഡിൻ്റെ സെക്രീഷൻ എങ്ങനെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു വലിപ്പം, മോർഫോളജി, അത് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ശരിക്കും നമ്മൾ ഈ പറയുന്ന ഓയിലി സ്കിൻ അല്ലെങ്കിൽ ഡ്രൈ സ്കിൻ അല്ലെങ്കിൽ കോമ്പിനേഷൻ സ്കിൻ എന്നുള്ള രീതിയിൽ പറയുന്നത്. ഇപ്പം ആ സെബേഷ്യസ് ഗ്ലാൻഡിൻ്റെ വലിപ്പം വലുതാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഓപ്പണിംഗ് വലുതാണെങ്കിൽ നമ്മൾ ഫേസിൽ ഇപ്പോൾ ഒരു ഓപ്പൺ പോസ് ആ ഒരു രീതിയിൽ വരും. അതുപോലെ അതിൻ്റെ സെക്രീഷൻ കൂടിയിട്ട് സിബം സെക്രീഷൻ കൂടുതലുള്ളവരുടെ ഫേസ് കുറച്ചും കൂടി ഓയിലി ആയിരിക്കും, അല്ലെങ്കിൽ ഗ്രീസി ആയിരിക്കും. അതല്ല കുറച്ച് ഏജ് ആയിട്ടുള്ള സ്കിന്നിൽ അല്ലെങ്കിൽ മോയ്സ്ചർ, അലർജിക് കണ്ടീഷൻസ് ഉള്ളവരുടെ സ്കിന്ന് റിലേറ്റീവ്ലി ഡ്രൈ ആയിരിക്കും. അവർക്ക് സെക്രീഷൻ കുറവാണ്, അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അവർക്ക് ചിലപ്പം ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ഇച്ചിങ് സെൻസേഷൻ അങ്ങനെയുള്ളതൊക്കെ ഡെവലപ്പ് ചെയ്യാം. ഒരു നോർമൽ സ്കിൻ അല്ലെങ്കിൽ ഒരു നോർമൽ ഹെൽത്തി സ്കിന്നാണെങ്കിൽ വിസിബിളി ഹെൽത്തി ആയിട്ടുള്ള ഓപ്പൺ പോസ് ഇല്ല, വേറെ ഇഷ്യൂസ് ഇല്ലാത്ത സ്കിന്നാണ് ഒരു നോർമൽ സ്കിൻ എന്ന് പറയുന്നത്. പക്ഷേ റിലേറ്റീവ്ലി നമ്മൾ നോക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞ സെബേഷ്യസ് ഗ്ലാൻഡിൻ്റെ സെക്രീഷൻ നമുക്ക് ഫേസിൽ തന്നെ കുറച്ച് ഏരിയാസിൽ കൂടുതലായിരിക്കും. ഫോർ എക്സാമ്പിൾ ഫോർഹെഡ് ഏരിയ, അല്ലെങ്കിൽ നോസ് ഏരിയാസ്, അറൗണ്ട് ദി നോസ് ഏരിയാസിലൊക്കെ നമുക്ക് ഈ സെബേഷ്യസ് ഗ്ലാൻഡ് സെക്രീഷൻ കൂടുതലാണെങ്കിൽ ചില ആൾക്കാർക്ക് ഒരു കോമ്പിനേഷൻ പോലെ ഈ ഏരിയാസിൽ മാത്രം കുറച്ച് ഓയിലിയും ബാക്കിയുള്ള ഏരിയാസ് കുറച്ച് നോർമലായിട്ടും ഇരിക്കാറുണ്ട്.
നമ്മളിപ്പോൾ ഡെയിലി യൂസ് ചെയ്യുന്ന ക്ലെൻസർ, മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ എന്നിവയൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇന്ന സ്കിന്നിന് ഇന്ന ടൈപ്പുള്ള മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ അങ്ങനെയൊക്കെ പറയില്ലേ, അതിനെക്കുറിച്ചൊന്ന് വിശദമായിട്ട് പറയാമോ? ഞാനിപ്പോൾ പറഞ്ഞ പോലെ ഓരോ ആൾക്കാരുടെയും ഫേസ് വളരെ ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ ഒരു ഓയിൽ സെക്രീഷൻ കൂടുതലുള്ളവരുടെ ഫേസിൽ ഡ്രൈ സ്കിന്നിന് നമ്മൾ യൂസ് ചെയ്യാൻ പറ്റിയ പ്രോഡക്റ്റ്സ് ഒട്ടും സ്യൂട്ട് ആവില്ല. അവർക്ക് അത് കാരണമുള്ള ഇഷ്യൂസ് വരാനുള്ള ചാൻസേ ഉള്ളൂ. അപ്പം നമ്മളിപ്പം ബേസിക്കലി ഇപ്പോൾ ചോദിച്ച 3 ഇൻഗ്രീഡിയൻസ്, അതായത് നമ്മളിപ്പം മോർണിംഗ് ഫേസ് ക്ലെൻസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ക്ലെൻസർ, സെക്കൻഡ് മോയ്സ്ചറൈസർ, തേർഡ് സൺസ്ക്രീൻ. അപ്പം ക്ലെൻസർ എപ്പോഴും നമ്മുടെ ഒരു ഓയിലി സ്കിന്നിന് വേണ്ടിയിട്ട് ഒരു ആക്റ്റീവ് ഇൻഗ്രീഡിയൻറ്റ്, അതായത് ഇപ്പോൾ സാലിസിലിക് ആസിഡ് അങ്ങനെയുള്ള ഒരു ഫോമിങ് ഫേസ് വാഷ് യൂസ് ചെയ്യുന്നത് ബെറ്റർ ആയിരിക്കും. അപ്പോൾ അത് ആ ഒരു സിബം സെക്രീഷൻ കുറയ്ക്കാനും ഓയിലി ഫേസിൻ്റെ അപ്പിയറൻസ് കുറയ്ക്കാനും ഈവൻ നമ്മളിപ്പോൾ ഓയിലി സ്കിന്നുള്ള ആൾക്കാർക്ക് ഡെവലപ്പ് ചെയ്യാൻ ചാൻസ് ഉള്ള ആക്നെയുടെയൊക്കെ ഡെവലപ്മെൻറ്റ് കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പക്ഷേ വളരെ നേരെ ഓപ്പോസിറ്റാണ് ഒരു ഡ്രൈ സ്കിന്നുള്ള ആളുടെ ഫേസിൽ. അവർക്ക് ഈ ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് ഉള്ള ഫേസ് വാഷസിനേക്കാളും ഏറ്റവും സ്യൂട്ട് ആവുന്നത് ഒരു pH ബാലൻസ്ഡ് ആയിരിക്കുന്ന ക്ലെൻസേഴ്സ് ആയിരിക്കും. പിന്നെ സെക്കൻഡ് മോയ്സ്ചറൈസർ, നമ്മളെപ്പോഴും കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഇപ്പോൾ എനിക്ക് ഓയിലി ഫേസ് ആണ്, അപ്പോൾ ഞാൻ മോയ്സ്ചറൈസർ യൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോയെന്ന്. എപ്പോഴും മോയ്സ്ചറൈസർ നമ്മുടെ സ്കിന്നിന് ഹൈഡ്രേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഒരു ബാരിയർ റിപ്പയർ ഫംഗ്ഷനാണ് മോയ്സ്ചറൈസറിനുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫേസ് ഓയിലി ആണെങ്കിലും ഡ്രൈ ആണെങ്കിലും മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നത് നമ്മുടെ സ്കിന്നിൻ്റെ ഒരു ഹെൽത്തി സ്കിന്ന് നമുക്ക് കിട്ടാനായിട്ട് എപ്പോഴും ഹെൽപ്പ് ചെയ്യും. അപ്പം ശരിക്കും ഡിഫറെൻ്റ് ആണ് ഒരു ഓയിലി ഫേസിൽ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസറും അതുപോലെ തന്നെ ഒരു ഡ്രൈ സ്കിന്നിലും. ഡ്രൈ സ്കിന്നിൽ കുറച്ചും കൂടെ ക്രീമി, അതുപോലെ നമ്മൾ ആഡഡ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഉള്ള, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സെറാമൈഡ്സ് അല്ലെങ്കിൽ ഹൈലറോണിക് ആസിഡ് അങ്ങനത്തെ കണ്ടൻസ് ഉള്ള മോയ്സ്ചറൈസറെ ഹെൽപ്പ് ചെയ്യുമെങ്കിൽ ഒരു ഓയിലി ഫേസിന് മോയ്സ്ചറൈസറിൻ്റെ ആവശ്യമുണ്ട്. അത് പക്ഷേ വളരെ ലൈറ്റായിട്ടുള്ള ഒരു ജെൽ ഫോമുലേഷനുള്ള മോയ്സ്ചറൈസർ ആയിരിക്കും നമുക്ക് കുറച്ചുകൂടെ ഹെൽപ്പ് ചെയ്യാം. അതേപോലെ സൺസ്ക്രീൻ, ഇപ്പോൾ എല്ലാവർക്കും പേടിയാണ് സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ട് ക്യാൻസർ വരാൻ ചാൻസ് ഉണ്ടോ. പക്ഷേ ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ പോപ്പുലേഷൻ അല്ലാതെ ഫോറിൻ പോപ്പുലേഷനിൽ സ്കിൻ ക്യാൻസേഴ്സിൻ്റെ സാധ്യത കൂടുതലുള്ള സ്ഥലങ്ങളിൽ നമ്മളെപ്പോഴും ഒരു സൺ പ്രൊട്ടക്ഷൻ അഡ്വൈസ് ചെയ്യാറുണ്ട്. അപ്പം സൺസ്ക്രീനിൻ്റെ കേസിലാണെങ്കിലും നമ്മുടെ ഇപ്പം ഓയിലി സ്കിൻ ആണെങ്കിൽ കുറച്ചും കൂടെ ഒരു മാറ്റ് ഫിനിഷ് ആയിട്ടുള്ളത്. കാരണം നമ്മൾ ഈ യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ് നമ്മുടെ ഫേസിൻ്റെ സെബേഷ്യസ് ഗ്ലാൻഡിൻ്റെ സെക്രീഷനെ അത് ആ പോസിനെ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ അതുകൊണ്ട് നമുക്ക് ആക്നെ ഔട്ട്ബ്രേക്സ് ഉണ്ടാക്കാം. അതുകൊണ്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് യൂസ് ചെയ്യണമെന്ന് പറയുന്നത്. പക്ഷേ അതേസമയം ഒരു ഡ്രൈ സ്കിന്നുള്ള ആളുകൾക്ക് കുറച്ചുകൂടി ക്രീമി ആയിട്ടുള്ള സൺസ്ക്രീൻസ് ആയിരിക്കും കുറച്ചുകൂടെ ഫിറ്റ് ചെയ്യുന്നത്. മാഡം, നമ്മൾ സൺസ്ക്രീനെ കുറിച്ച് സംസാരിച്ചല്ലോ. നമ്മൾ പുറത്തിറങ്ങുമ്പോൾ മാത്രം സൺസ്ക്രീൻ യൂസ് ചെയ്താൽ മതിയോ, അതോ വീടിനുള്ളിലും സൺസ്ക്രീൻ യൂസ് ചെയ്യണോ? അതിനെക്കുറിച്ചൊന്ന് പറയാമോ? നമ്മളിപ്പോൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത് നമുക്കൊരു UV റേസിൽ നിന്നുള്ള പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ UV റേസിൻ്റെ ഏറ്റവും മേജർ സോഴ്സ് നമ്മുടെ സൂര്യനാണെങ്കിലും വളരെ കോമൺ ആയിട്ടുള്ള നമ്മുടെ CFL ലാമ്പ് അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോൺസ്, TV അതെല്ലാം ഒരു സോഴ്സസ് ഓഫ് UV ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ചില സ്കിൻ കണ്ടീഷൻസ് ഉണ്ട്, അവർ വളരെ സ്ട്രിക്റ്റായിട്ട് സൺസ്ക്രീൻ യൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഫോർ എക്സാമ്പിൾ കുറച്ച് ലൈറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിൻ കണ്ടീഷൻസ് ഉണ്ട്, ഫോട്ടോഡെർമറ്റൈറ്റിസ് അല്ലെങ്കിൽ നമ്മുടെ SLE പോലത്തുള്ള സിറ്റുവേഷൻ. അതല്ല എങ്കിൽ ചില ആളുകൾക്ക് കുറച്ച് കൂടുതൽ സണ്ണിനോട് സെൻസിറ്റീവായിട്ട് ടാനിങ് ഇഷ്യൂസ് ഉള്ളവർ, പിഗ്മെൻറ്റേഷൻ ഇഷ്യൂസ് ഉള്ളവർ, അവരെല്ലാം നമ്മൾ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട്, അതല്ല എന്തെങ്കിലും ഡെർമറ്റോളജി പ്രൊസീജിയേഴ്സ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ, അവരെല്ലാവരും സൺസ്ക്രീൻ വളരെ റെഗുലറായിട്ട് യൂസ് ചെയ്യണം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ഈവൻ നമ്മളിപ്പോൾ ഒരു വീടിൻ്റെ അകത്ത് എപ്പോഴും ഇരിക്കുന്ന ആളുകളാണ്, പക്ഷേ ജനലിൻ്റെ ഇടയിൽ കൂടെ പോലും അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വിൻഡോസിൽ കൂടെ UV റേസിൻ്റെ പെനട്രേഷൻ ഉണ്ടാവാം. അപ്പോൾ അതുകൊണ്ട് തന്നെ സൺസ്ക്രീൻ വീട്ടിലാണെങ്കിലും യൂസ് ചെയ്യുന്നതാണ് നല്ലത്. കുട്ടികൾക്ക് സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നതിനെ കുറിച്ച് മാഡത്തിൻ്റെ അഭിപ്രായം? സൺസ്ക്രീൻസ് ഇപ്പോൾ മോസ്റ്റ്ലി 2 ടൈപ്സാണ്, ഫിസിക്കൽ സൺസ്ക്രീൻ അതുപോലെ തന്നെ കെമിക്കൽ സൺസ്ക്രീൻ. അപ്പോൾ കുട്ടികൾക്ക് ഏറ്റവും സേഫായിട്ടുള്ളത് ഫിസിക്കൽ സൺസ്ക്രീൻസ് ആണ്. ടൈറ്റാനിയം ഡയോക്സൈഡ്, സിങ്ക് ഓക്സൈഡ് പോലെ ഉള്ള ഒരു സബ്സ്റ്റൻസ് ഉള്ളതാണ് ഫിസിക്കൽ സൺസ്ക്രീൻ. അപ്പോൾ ഐഡിയലി അവർക്കിപ്പോൾ ഒരു ഡെർമറ്റോളജി കണ്ടീഷൻസ് ഉണ്ട്, സൺ പ്രൊട്ടക്ഷൻ ആവശ്യമായിട്ടുള്ള കുട്ടികളിൽ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഏറ്റവും സേഫർ ഒരു 6 months+ മാത്രമാണ് സൺസ്ക്രീൻ റെക്കമെൻഡ് ചെയ്യുന്നത് യൂസ് ചെയ്യാനായിട്ട്. നമ്മുടെ ഇന്നത്തെ ആളുകൾ കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ്, പ്രത്യേകിച്ച് ടീനേജേഴ്സ്, മുഖക്കുരു എന്ന് പറയുന്നൊരു ഇഷ്യൂ. അത് കാരണം ഭയങ്കരമായിട്ട് കുട്ടികൾക്കാണെങ്കിലും മറ്റുള്ളവരെ ഫേസ് ചെയ്യാനും മുഖത്തൊക്കെ നിറച്ച് പാടുകളും ചുമന്ന പാടുകളും മുരിപ്പൊട്ട് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അവർക്ക് ഉണ്ടാവുന്നുണ്ട്. അത് നമ്മുടെ എന്തെങ്കിലും ഭക്ഷണക്രമം കൊണ്ടാണോ, അത് ജീവിത സാഹചര്യം കൊണ്ടാണോ, ഹോർമോണിൻ്റെ വ്യത്യാസം കൊണ്ടാണോ? അതിനെക്കുറിച്ചൊന്ന് പറയാം.
നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഫേസിലുള്ള സെബേഷ്യസ് ഗ്ലാൻഡിൻ്റെ സെക്രീഷൻ അല്ലെങ്കിൽ അത് പുറത്തേക്ക് സെക്രീറ്റ് ചെയ്യുന്ന ഒരു ഏരിയയുടെ ഒരു തിക്കനിങ് വരുമ്പോൾ, അതായത് ആ ഒരു സെബേഷ്യസ് ഗ്ലാൻഡിൻ്റെ ഓപ്പണിങ്ങിൻ്റെ അവിടെ ഒരു തിക്കനിങ് വരുമ്പോഴത്തേക്കും, അതുപോലെ തന്നെ സെബേഷ്യസ് ഗ്ലാൻഡിൻ്റെ സെക്രീഷൻ കൂടുന്നത് കാരണം അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ സ്കിന്നിൽ തന്നെയുള്ള ഒരു ബാക്ടീരിയയുടെ അളവ് കൂടുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മുഖക്കുരു വരാനുള്ള കാര്യങ്ങൾ. ഈ ഗ്ലാൻഡ് വളരെ ഒരു നോർമലായിട്ട് ഉണ്ടെങ്കിലും നമ്മുടെ ഒരു ടീനേജ് ഏജ് ആകുമ്പോഴാണ് ഈ സെബേഷ്യസ് ഗ്ലാൻഡിൻ്റെ സെക്രീഷൻ കൂടുന്നത്. അതിൽ ഏറ്റവും ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ടായിട്ടുള്ളത് നമ്മുടെ ബോഡിയിലുള്ള ഹോർമോൺസ് തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും ഒരു ആക്നയുടെ കൂടുന്ന ഒരവസ്ഥ കാണുന്നത് നമ്മളൊരു പ്യൂബേർട്ടി ആകുമ്പോഴത്തേക്കും കാണുന്നത്. അപ്പോൾ ഞാനീ പറഞ്ഞ പോലെ ഈ ഹോർമോണിൻ്റെ എഫക്റ്റ് കാരണം ഗ്ലാൻഡിൻ്റെ സെക്രീഷൻ കൂടുന്നു. അതിൻ്റെ ഓപ്പണിങ്ങിൻ്റെ അവിടെ ഒരു അടവ് പോലെ അല്ലെങ്കിൽ ഒരു ഒക്ലൂഷൻ പോലെ വരുമ്പോഴത്തേക്കും ആണ് നമ്മുടെ ആദ്യമായിട്ട് നമ്മൾ കാണുന്ന തരിതരി പോലെ കുരുക്കൾ അല്ലെങ്കിൽ ഓപ്പൺ ഹെഡ്സ്, ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് എന്നൊക്കെ പറയുന്ന ഒരു ഗ്രേഡ് 1 ഓഫ് ആക്നെയാണത്. ഇതിൽ തന്നെ ഒരു ഇൻഫ്ലമേഷൻ സംഭവിക്കുമ്പോഴാണ്, ഞാൻ ഈ പറഞ്ഞ പോലെ ആ ബാക്ടീരിയയുടെ ഒരു ആക്ഷൻ കാരണം ഇൻഫ്ലമേഷൻ സംഭവിക്കുമ്പോഴാണ് ഇൻഫ്ലമേറ്ററി ആക്നെ വരുന്നത്. അപ്പം ഇതിനിപ്പം ചോദിച്ച പോലെ ബാക്കിയുള്ള കോസസ് ലൈക്ക് നമ്മുടെ ഡയറ്റിൽ അല്ലെങ്കിൽ നമ്മുടെ സ്ട്രെസ് ഇഷ്യൂസ് അല്ലെങ്കിൽ നമ്മുടെ എക്സ്റ്റേണൽ ക്ലൈമറ്റ് കണ്ടീഷൻസ്, ഇതിനെല്ലാം ഒരു ഇമ്പോർട്ടൻറ്റ് റോളുണ്ട്. കാരണം ഇപ്പം വളരെ ഒരു ഡയറക്റ്റ് അസോസിയേഷൻ പറയാറില്ലെങ്കിലും ഒരു പ്രൂവൺ ആയിട്ടുള്ള തിയറീസാണ് ഹൈ ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്ന് പറയുന്നത്. അതായത് ഇപ്പം നമ്മൾ എന്തൊക്കെ ഫുഡ് എടുക്കുമ്പോഴാണോ കുറച്ചും ഗ്ലൂക്കോസ് നമ്മുടെ ബ്ലഡിൽ സ്പൈക്ക് ചെയ്യുന്നത്, നമ്മൾ കോമൺ ആയിട്ട് കാണാറുള്ള വൈറ്റ് ബ്രെഡ് അല്ലെങ്കിൽ നമ്മുടെ ബേക്കറി കാര്യങ്ങൾ, ഷുഗർ അല്ലെങ്കിൽ പാക്കറ്റ് ഫുഡ്, അങ്ങനെയുള്ളതെല്ലാം നമുക്ക് കുറച്ച് ആക്നെ കൂട്ടാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഡയറി പ്രോഡക്ട്സും പറയാറുണ്ട്. ഇതാണ് കൂടുതൽ നമ്മൾ ഫുഡിൽ ഡയറ്റുമായിട്ട് നേരിട്ടുള്ള റിലേഷൻ കാണാറുള്ളത്. അതുപോലെ തന്നെ ഇപ്പം സ്ട്രെസ് ഇൻഡ്യൂസ്ഡ് ആയിട്ട് സ്ട്രെസ് കൂടുമ്പോഴത്തേക്കും നോർമലി നമ്മുടെ ബോഡിയിലുള്ള കോർട്ടിസോൾ ഹോർമോൺസ് കൂടുന്നു. അത് റിലേറ്റഡ് ആയിട്ട് ആക്നെ ഔട്ട് ബ്രേക്സ് കാണാറുണ്ട്. പിന്നെ എക്സ്റ്റേണൽ ക്ലൈമറ്റ് കണ്ടീഷൻസ് ഇപ്പം വളരെ പൊല്യൂഷൻ അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന എന്തെങ്കിലും പ്രോഡക്ട്സ് നമ്മുടെ ഫേസിന് സ്യൂട്ട് ആവുന്നില്ല, അതെല്ലാം നമ്മുടെ ഈ ഗ്ലാൻഡിൻ്റെ സെക്രീഷനെ പുറത്തേക്ക് വരാനായിട്ട് പ്രിവെൻറ്റ് ചെയ്തിട്ട് അതുവഴി ആക്നെ ഔട്ട് ബ്രേക്സ് ഉണ്ടാക്കാം. പിന്നെ ഇപ്പം ഫാമിലിയിൽ ഇപ്പം ജനറ്റിക്കലി കുറച്ച് ആക്നെ വരാൻ കൂടുതൽ ചാൻസ് ഉള്ള ആളുകളാണ്, അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും മെഡിസിൻസ്, ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും ഹോർമോണൽ മെഡിസിൻസ്, അങ്ങനെയുള്ളതെല്ലാം നമുക്ക് ആക്നെ ഔട്ട് ബ്രേക്സ് ഉണ്ടാക്കാം. അപ്പം ആക്നെയുടെ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് നമ്മൾ വിശ്വസിച്ചിരുന്നത് ആക്നെ തന്നെ പോട്ടെ എന്നുള്ളതാണ്. പക്ഷേ ഞാനീ പറഞ്ഞ പോലെ ഇൻഫ്ലമേറ്ററി ആക്നെ ആണെങ്കിൽ അതിൻ്റെ ഇഷ്യൂ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്നെ വന്ന് പോയി കഴിഞ്ഞിട്ടുള്ള ആക്നെ മാർക്സ് അല്ലെങ്കിൽ നമ്മുടെ ആക്നെ സ്കാർസ് എന്ന് പറയുന്നത്. നമ്മുടെ ബോഡിയിൽ സാധാരണ ഒരു മുറിവ് വന്ന് കഴിഞ്ഞിട്ട് സ്കാർ വരുന്ന പോലെ തന്നെ ഇൻഫ്ലമേറ്ററി ആക്നെ ആണെങ്കിൽ, ഗ്രേഡ് കൂടുതലുള്ള ആക്നെ ആണെങ്കിൽ ആക്നെ സ്കാർസ് വരും. അപ്പം അത് വളരെ ഇപ്പം ഒരു ഏജ് കഴിഞ്ഞിട്ട് സാധാരണ ആക്നെ സബ്സൈഡ് ചെയ്ത് പോകുമെങ്കിൽ ആക്നെ സ്കാർസിനെ ട്രീറ്റ് ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. നമുക്കത് ഒരിക്കലും ഒരു 100% ഏത് ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റീസ് ആണെങ്കിൽ പോലും ആക്നെ സ്കാർസിനെ നമുക്ക് ഫുള്ളി റിക്കവർ ചെയ്യാനായിട്ട് പാടാണ്. മുഖക്കുരുവിനെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ ഈ മുഖക്കുരു വന്ന് പോയതിൻ്റെ പാടും അതുപോലെ തന്നെ ചെറിയ ചെറിയ കുഴികൾ പോലെ നമ്മുടെ മുഖത്ത് രൂപപ്പെടാറുണ്ട്. അത് മാറാൻ നമുക്ക് ഡെർമറ്റോളജിയിൽ എന്ത് ചികിത്സാ രീതിയാണ് നമുക്കിപ്പോൾ ഉള്ളത്? ഞാനീ പറഞ്ഞ പോലെ ആക്നെ സ്കാർസ് നമ്മൾ യൂഷ്വലി കുറച്ച് ഇൻറ്റൻസിറ്റി ഓഫ് ആക്നെ കൂടുതലാണെങ്കിൽ കണ്ടുവരാറുള്ളതാണ്. അപ്പം ആക്നെ സ്കാർസിൽ വരുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഓൾറെഡി സ്കാർ ഫോർമേഷൻ നടന്നു. അപ്പോൾ നമ്മൾ ഡെർമറ്റോളജിയിലുള്ള പ്രൊസീജിയേഴ്സ് എല്ലാം സ്കാറിൻ്റെ റിജുവിനേഷന് വേണ്ടിയിട്ടുള്ള പ്രൊസീജിയേഴ്സാണ്. അതായത് ആ ഒരു നമ്മളിപ്പോൾ പുറത്ത് സ്കിന്നിലൊരു ഇറഗുലാരിറ്റിയും അതുപോലെ ഓരോ കുഴികളും അങ്ങനെ കാണുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കാർ ഫോർമേഷൻ്റെ സമയത്ത് കുറച്ച് കൊളാജൻ പോലത്തെ ടിഷ്യൂസ് അതിനെ ഉള്ളിലേക്ക് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ നമ്മളെപ്പോഴും ഡെർമറ്റോളജി ചെയ്യുന്ന പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത് ആ സ്കാർസിനെ റിജുവിനേറ്റ് ചെയ്യാൻ, അതായത് നമ്മുടെ കൊളാജിന് അതിൻ്റെ അകത്ത് നല്ല കൊളാജൻ വന്ന് റീബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുവഴി സ്കാർസിൻ്റെ ഡെപ്ത് കുറഞ്ഞു വരും. അപ്പം നമ്മളിപ്പം ചെയ്യാറുള്ള പ്രൊസീജിയേഴ്സാണ് മൈക്രോനീഡിലിംഗ്. അതായത് അതിൽ നമ്മുടെ ഇപ്പം ആ ഓരോ സ്കാർസിലും ചെറിയ ഇഞ്ചുറീസ് ക്രിയേറ്റ് ചെയ്യും. ആ ഇഞ്ചുറീസ് വരുന്നവർ ചെറിയ മുറിവുകളായതുകൊണ്ട് തന്നെ നല്ല കൊളാജൻ അതിൻ്റെ അകത്ത് ബിൽഡാവും. അതുവഴി നമ്മുടെ സ്കാർസിൻ്റെ ഡെപ്ത് കുറയാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അത് കുറച്ച് ഇപ്പം സ്കാർസ് കുറച്ച് റെഡായിട്ടുള്ള സ്കാർസ് ആണെങ്കിൽ ഹെൽപ്പ് ചെയ്യും. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഇതിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് PRP അഥവാ GFC അതൊക്കെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കെമിക്കൽ പീൽസ് പോലത്തെ പ്രൊസീജിയേഴ്സ്. അപ്പം അത് ആക്നെ സ്കാർസിനെ കുറച്ച് ഇപ്പോൾ സ്കാർസിൻ്റെ ഡെപ്ത് അനുസരിച്ച് ചിലത് വളരെ സ്കിന്നിൻ്റെ സർഫസിൽ മാത്രമുള്ള സ്കാർസ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് കെമിക്കൽ പീൽസ്, ഫോർ എക്സാമ്പിൾ യെല്ലോ പീല്, അങ്ങനെയുള്ളതൊക്കെ നമ്മളത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഈ ചിക്കൻ പോക്സ് വന്നതിന് ശേഷം വരുന്ന പാടുകൾ
അത് മാറാനും, അത് ചെറിയൊരു കുഴി പോലെ രൂപപ്പെടും നേരത്തെ പറഞ്ഞല്ലോ, അത് മാറാനും ഇതേ ട്രീറ്റ്മെൻറ്റ് രീതി തന്നെയാണോ നമുക്ക് വേണ്ടത്? ഞാൻ ഈ പറഞ്ഞ പോലെ ആക്നെ സ്കാർസിൻ്റെ ട്രീറ്റ്മെൻറ്റ് പോലെയുള്ളത് നമ്മുടെ ചിക്കൻ പോക്സിൻ്റെ സ്കാർസിനും ഹെൽപ്പ് ചെയ്യും. പക്ഷേ ചിലപ്പോൾ ചിക്കൻ പോക്സിൻ്റെ സ്കാർ കുറച്ചും കൂടി വലുതായിരിക്കും, കുറച്ചും കൂടി ഡീപ്പറായിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ലേസർ പോലുള്ള CO2 ലേസേഴ്സ് പോലുള്ള പ്രൊസീജിയേഴ്സ്, അതുപോലെ തന്നെ ചിലപ്പോൾ നമ്മൾ ഈ സ്കാറിനെ തന്നെ എടുത്തിട്ട് അവിടെ നമ്മുടെ സ്കിന്നിൽ ഇപ്പം നമുക്കറിയാം പുതിയ ടെക്നിക്സ് ഓഫ് സ്യൂച്ചറിങ് ഉണ്ട്. അതാവുമ്പോഴത്തേക്കും നമ്മുടെ ആ സ്യൂച്ചർ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള സ്കാർസ് അത്ര എവിഡൻ്റ് ആവില്ല. അപ്പം അങ്ങനെ നമ്മൾ ആ ചിക്കൻ പോക്സിൻ്റെ സ്കാറിനെ എടുത്ത് മാറ്റി ആ ഏരിയയിൽ സ്യൂച്ചർ ചെയ്യുന്ന സ്കാർ എക്സിഷൻ പോലുള്ള സ്കാർ റിവിഷൻ സർജറീസൊക്കെ നമുക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മുടെ ആളുകൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു വലിയ പ്രശ്നമാണ് മുടി കൊഴിച്ചിൽ, പ്രത്യേകിച്ച് ടീനേജേഴ്സിൻ്റെ ഇടയ്ക്ക്. ടീനേജേഴ്സ് എന്നല്ല, ഏതൊരു ഏജിലുള്ള കാറ്റഗറിക്കും ഈ ഒരു പ്രശ്നം ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? അത് നമ്മുടെ ഫുഡ് സ്റ്റൈലാണോ, അതോ നമ്മുടെ രീതികളാണോ, നമ്മൾ ശീലിക്കുന്ന രീതികളാണോ, ഹോർമോൺ ചേഞ്ചസ് ആണോ? അതൊന്ന് പറയാം. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ OPയിൽ വരുന്ന പേഷ്യൻസിൽ വൺ ഓഫ് ദി ഏറ്റവും കൂടുതൽ കാണാറുള്ള ഒരു ഇഷ്യൂ ആണ് ഹെയർ ഫോൾ എന്ന് പറയുന്നത്. അപ്പം ഹെയറിൻ്റെ ഗ്രോത്ത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ചെടിയൊക്കെ കാണുന്ന പോലെ, നമ്മളിപ്പോൾ കൂടുതലും ഒരു പച്ച ഇലയുള്ള ചെടിയാണെങ്കിൽ പക്ഷേ എന്നാലും അതിൽ കുറച്ച് ഇലകൾ പൊഴിഞ്ഞു പോകാറുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ഗ്രോത്ത് സൈക്കിളിൽ ഏറ്റവും എല്ലാ മുടികളും വളരുന്ന ഫേസിലല്ല. നമ്മളൊരു 90% ഓഫ് ഹെയർ വളരുന്ന ഫേസിലാണെങ്കിൽ വളരെ ചെറിയൊരു പെർസെൻറ്റേജ്, ഒരു 2 to 3% മുടി കൊഴിഞ്ഞു പോകുന്ന ഫേസിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സാധാരണ രീതിയിൽ നമുക്കിപ്പോൾ ഒരു 50 ഹെയർസ്, ഒരു 50 മുടി 100 മുടിയൊക്കെ പോകുന്നു എന്ന് പറയുന്നത് ഒരു നോർമൽ ലിമിറ്റിലാണ്. പക്ഷേ ഇതിന് കൂടുതൽ, അതായത് ഇപ്പോൾ നമ്മൾ മുടി ചീവുമ്പോൾ അല്ലെങ്കിൽ കുളിക്കുമ്പോൾ അതിലൊക്കെ ഒരുപാട് മുടി പോകുന്നു. നമ്മളെപ്പോഴും കേൾക്കാറുള്ളത് സാധാരണ പോണിറ്റെയിൽ കെട്ടിയേക്കുന്നതിൻ്റെ തിക്നെസ് കുറഞ്ഞു വരുവാണ്. അങ്ങനെയുള്ളൊരു ഇഷ്യൂ വരുന്നതിനെയാണ് നമുക്ക് ടീലോജൻ എഫ്ലൂവിയം എന്ന് പറയുന്നത്. അപ്പം അത് കുറേ കാരണങ്ങൾ കൊണ്ട് വരാം. ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും വളരെ ചെറിയൊരു ഡ്യൂറേഷനാണ്, ഇപ്പോൾ ഒരു 2 months 3 months അങ്ങനെയൊക്കെ ആണെങ്കിൽ ഞാനീ പറഞ്ഞ പോലെ നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻസ് പോലെ വന്നു, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു സ്ട്രെസ്ഫുൾ പീരീഡ് ആയിരുന്നു, നമുക്കിപ്പോൾ എക്സാംസ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു സർജറീസ് അങ്ങനെയുള്ള കേസിൽ, അല്ലെങ്കിൽ നമുക്ക് ന്യൂട്രീഷൻ്റെ ഡെഫിഷ്യൻസി, നമ്മളെപ്പോഴും ഇപ്പം നമ്മുടെ കോമണിൽ കാണാറുള്ളതാണ് വിറ്റമിൻ D ഡെഫിഷ്യൻസി, അതല്ല അയൺ, ഹീമോഗ്ലോബിൻ കുറവുള്ള ആളുകൾ, അങ്ങനെയുള്ള ആളുകൾക്ക് വരാം. ബാക്കി ഇപ്പം സിസ്റ്റമിക് കണ്ടീഷൻസ് ഉള്ള, ഇപ്പം ഡയബറ്റിസ് അല്ലെങ്കിൽ ഹോർമോണൽ ചേഞ്ചസ് ആയ തൈറോയിഡ്, അങ്ങനെ അല്ലെങ്കിൽ വേറെ ന്യൂട്രിയൻസിൻ്റെ ഡെഫിഷ്യൻസി, അങ്ങനെ അതെല്ലാം കൊണ്ട് തന്നെ ഹെയർ ഫോൾ ഉണ്ടാവാം. അപ്പോൾ ഒരു പരിധി വരെ നമ്മൾ ഈ ടീലോജൻ എഫ്ലൂവിയം പോലത്തെ ഹെയർ ഫോൾ ഉള്ള പേഷ്യൻസിൽ അതിൻ്റെ കോസസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയ, ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ പെട്ടെന്നുള്ളൊരു മുടി കൊഴിച്ചിലാണെങ്കിൽ നമ്മൾ കുറച്ച് ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്യും, ഈ ഹോർമോൺസ് അല്ലെങ്കിൽ എന്തെങ്കിലും ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി ഉണ്ടോ എന്ന് അറിയാനായിട്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ബ്ലഡ് ടെസ്റ്റ് വഴിയിട്ട് നമുക്ക് അതിനെ ഐഡൻറ്റിഫൈ ചെയ്യാനും അതിനെ ട്രീറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഹെയർ ഫോൾ കുറയ്ക്കാനായിട്ട് സാധിക്കും. വേറൊരു പാറ്റേൺ ഓഫ് ഹെയർ ഫോൾ നമ്മൾ കാണാറുള്ളത്, ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു ആണുങ്ങൾക്ക് കാണാറുള്ള പോലെ നമ്മുടെ നെറ്റ് കയറുന്നു, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു തലയോടിൻ്റെ അവിടെ തിന്നാവുന്നു, ഹെയർ തിന്നാവുന്ന ഒരു ഇഷ്യൂ. അപ്പം ചില സമയത്ത് അത് വളരെ ഒരു ആക്റ്റീവ് സ്റ്റേജ് ആണെങ്കിൽ ഒരുപാട് മുടി കൊഴിയുന്നതായിട്ട് കാണാം. അതല്ല എങ്കിൽ അവരെപ്പോഴും പറയുന്നത് മുടി കൊഴിച്ചലിനേക്കാളും ഉള്ള മുടിയുടെ കട്ടി കുറയുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ അത് ഫീമെയിൽസിലുണ്ടാവാം. നമ്മൾ മോസ്റ്റ്ലി കാണാറുള്ളത് നമ്മുടെ ഫീമെയിൽസിൻ്റെ നമ്മുടെ സെൻട്രൽ പാർട്ടിൽ നമ്മൾ മുടി എപ്പോഴും ഒരു പാർട്ടീഷൻ എടുക്കുന്നതിൻ്റെ അവിടെ കുറച്ച് തിൻ ഹെയർസ് ആവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇത് ഒരു ഹോർമോൺ പാറ്റേൺ അല്ലെങ്കിൽ മെയിൽ അഥവാ ഫീമെയിൽ പാറ്റേൺ ഓഫ് ആൻഡ്രോജനറ്റിക് അലോപേഷ്യയാണ്. അപ്പോൾ ഈ ഒരു കാര്യത്തിന് ജനറ്റിക്സിൻ്റെ റോളുണ്ട്. നമ്മുടെ പാരമ്പര്യമായിട്ട് ആർക്കെങ്കിലും ഒരു കഷണ്ടി പോലെ ഉണ്ടെങ്കിൽ നമുക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ ഫീമെയിൽസിൽ നമ്മൾ കാണാറുള്ളത് ഇപ്പോൾ ഹോർമോണൽ ഇഷ്യൂസ്, ഫോർ എക്സാമ്പിൾ PCOS പോലുള്ള കണ്ടീഷൻസിൽ അസോസിയേറ്റഡ് ആയിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ ഹെയർ തിന്നിങ് ഇത് കാണാറുണ്ട്. അതിൻ്റെ കേസിൽ അതൊരു പ്രോഗ്രസീവ് കണ്ടീഷനാണ്. അതായത് അത് നമ്മളിപ്പം നമ്മളതിന് ഓരോ സ്റ്റേജസ് പറയാറുണ്ട്. ഇപ്പം അത് ഒരു ഏജ് ഡിഫറൻസ് ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ കാണാറുള്ളത്. ഇപ്പോൾ വളരെ ചെറിയൊരു കുട്ടിയായിരിക്കും, അവർക്ക് ചിലപ്പോൾ ഈ ആൻഡ്രോജനറ്റിക്, അതായത് ഞാൻ ഈ പറഞ്ഞ കഷണ്ടിയുടെ ഏറ്റവും ആദ്യ സ്റ്റേജിൻ്റെ തുടക്കം വളരെ ചെറിയൊരു പ്രായത്തിലായിരിക്കും അവർക്ക് വരുന്നത്. അപ്പം അത് തന്നെ പെട്ടെന്ന് കൂടി ഫുൾ ഹെയർ പോകണം എന്നില്ല, പക്ഷേ അതിൻ്റെ ഓരോ സ്റ്റേജസിലേക്ക് മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കേസിൽ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ. പിന്നെ
നമുക്ക് ഈ ഹെയർ ഫാളിൻ്റെ കാര്യത്തിൽ നമുക്ക് ഈ മുടി വാഷ് ചെയ്യുന്നതിൽ എന്തെങ്കിലും ശ്രദ്ധിക്കാനുണ്ടോ? ഇപ്പം നമുക്ക് യൂട്യൂബ് ചാനലിലൊക്കെ പല രീതിയിലുള്ള മിസ്ലീഡിങ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ആഴ്ചയിൽ വീക്ക്ലി വൺസ് മുടി കഴുകിയാൽ മതി, ഡെയിലി കഴുകേണ്ട ആവശ്യമില്ല, നമ്മുടെ ഓയിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്യും എന്നൊക്കെ പറയുന്നില്ല. അതിലൊക്കെ എന്തെങ്കിലും കാര്യമുണ്ടോ? നമ്മുടെ ഹെയറിൽ ആക്ച്വലി സീബം പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ സെബേഷ്യസ് ഗ്ലാൻഡിൻ്റെ സെക്രീഷൻ സീബം ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ ഒരു ക്ലൈമറ്റ് കണ്ടീഷൻസ് വെച്ചിട്ട് വളരെ ചൂടും സ്വെറ്റും അങ്ങനെയൊക്കെ റീറ്റെയിൻ ചെയ്യുന്ന ഒരു കണ്ടീഷൻ ആണെങ്കിൽ ഡെയിലി സ്കാൽപ്പ് വാഷ് ചെയ്യുന്നത് കൊണ്ട് ഒരു കുഴപ്പവുമില്ല. കാരണം ഇപ്പോൾ ഒരു ഓയിലി സ്കാൽപ്പ് ആണെങ്കിൽ നമ്മൾ ഡെയിലി ക്ലെൻസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഡാൻഡ്രഫ് അല്ലെങ്കിൽ സെബോറിക് ഡെർമറ്റൈറ്റിസ് പോലുള്ള കണ്ടീഷൻസ് വരാതിരിക്കുള്ളൂ. ക്ലീൻ സ്കാൽപ്പ് ഒരു പരിധിവരെ നമ്മുടെ ഹെയർ ഫോളിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ടേ ഹെൽപ്പ് ചെയ്യുള്ളൂ. അപ്പം നമ്മുടെ ഒരു കാലാവസ്ഥയിൽ വൺസ് വീക്ക്ലി ഒക്കെ ഹെയർ വാഷ് നമുക്ക് ശരിക്കും ഹെൽപ്പ് ചെയ്യില്ല. അതുപോലെ തന്നെ ഷാമ്പു യൂസ് ചെയ്യുന്ന ഡെയിലി ഷാമ്പു യൂസ് ചെയ്യുന്നവരുണ്ട്, ഡെയിലി ഓയിൽ അപ്ലൈ ചെയ്യുന്നവരുണ്ട്. ഷാമ്പു യൂസ് ചെയ്ത കണ്ടീഷണർ മസ്റ്റായിട്ടും യൂസ് ചെയ്യണം. അതിനെക്കുറിച്ചൊക്കെ എന്താ മാം പറയാനുള്ളത്? ഷാംപൂസ് ആൻഡ് കണ്ടീഷണർ രണ്ട് ഡിഫറെൻറ്റ് രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഷാംപൂസ് ഞാൻ ഈ പറഞ്ഞ പോലെ സ്കാൽപ്പിനെ ക്ലെൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഷാംപൂസാണ്. അപ്പോൾ വളരെ pH ബാലൻസ്, ഇപ്പോൾ നമ്മുടെ സിൻറ്റഡ് ബാസ് പോലെ തന്നെ ഡെയിലി വാഷിന് വേണ്ടിയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഷാംപൂസ് ഉണ്ട്. അപ്പോൾ അത് നമ്മുടെ സ്കാൽപ്പിനെ ക്ലെൻസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പം കുറച്ച് നമ്മുടെ ഓരോ ആൾക്കാരുടെയും കണ്ടീഷൻ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ചില ആളുടെ സ്കാൽപ്പ് വളരെ ഓയിലി ആയിരിക്കും. ഡാൻഡ്രഫ് അല്ലെങ്കിൽ സെബോറിക് കാപ്പറ്റസ് പോലത്തെ ഇഷ്യൂസ് ഉള്ളവർക്ക് നമ്മൾ ഈ ഡെയിലി സ്കാൽപ്പ് വാഷ് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ നമ്മൾ ഒരു ആൻറ്റി ഫംഗൽ ഷാംപൂസ് കൊടുക്കാറുണ്ട് അതിന് ഈ ഡാൻഡ്രഫ് ഇഷ്യൂവിനെ അണ്ടർ കൺട്രോൾ ആക്കാനായിട്ട്. പിന്നെ കണ്ടീഷണർ നമ്മളെപ്പോഴും നമുക്കറിയാം നമ്മുടെ ഹെയർ എന്ന് പറയുന്നൊരു ഡെഡ് സ്ട്രക്ചറാണ്. അതിൻ്റെ ആ പുറത്തെ ഒരു മോയ്സ്ചറൈസിങ് അല്ലെങ്കിൽ ഹൈഡ്രേറ്റ് ചെയ്യാനുള്ള ഒരു ഫങ്ഷനാണ് കണ്ടീഷണേഴ്സ് വരുന്നത്. അപ്പോൾ നമ്മളിപ്പം ഹെയറിലെ ഷാംപൂ ചെയ്ത് കഴിഞ്ഞിട്ട് ഷാംപൂസ് ശരിക്കും നമ്മുടെ സ്കാൽപ്പിൽ യൂസ് ചെയ്യേണ്ടതും കണ്ടീഷണർ നമ്മുടെ ഫുൾ ഹെയറിൻ്റെ സ്ട്രാൻഡിനെ ഒരു പ്രൊട്ടക്ഷൻ കവറിങ് പോലെ ആഫ്റ്റർ വാഷ് ചെയ്യേണ്ട ഒന്നുമാണ്. അതുപോലെ തന്നെ ഡാൻഡ്രഫ് എന്ന് പറയുന്നത് അതൊരു രോഗാവസ്ഥയാണ്. അത് രോഗമാണോ? അതിനെക്കുറിച്ച് പറയാമോ? ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ സ്കാൽപ്പിൽ ഒരു ഓയിൽ ഇപ്പം നമ്മൾ ഫേസിലെ പോലെ തന്നെ സെബേഷ്യസ് ഗ്ലാൻഡിൻ്റെ സെക്രീഷൻ സ്കാൽപ്പിലുണ്ട്. അപ്പം അതിൻ്റെ സെക്രീഷൻ കൂടുതൽ നമ്മളിപ്പം മുഖക്കുരുവിന് പറയുന്ന പോലെ അതേ കോസസ് കാരണം, ഹോർമോണൽ ചേഞ്ചസ് കാരണം, അല്ലെങ്കിൽ ഡയറ്ററി ഇഷ്യൂസ് കാരണം, അല്ലെങ്കിൽ നമ്മുടെ സ്ട്രെസ് ഇഷ്യൂസ്, അല്ലെങ്കിൽ പുറത്തുള്ള ക്ലൈമറ്റ് കണ്ടീഷൻസ് ഒക്കെ കാരണം ചിലപ്പോൾ ഈ ഗ്ലാൻസിൻ്റെ സെക്രീഷൻ കൂടാം. അപ്പം നമ്മുടെ സാധാരണ സ്കാൽപ്പിൽ തന്നെ ഉള്ള ഒരു ഫംഗസാണ് മാലസേസിയ. അപ്പം ഈ ഫംഗസിൻ്റെ ഗ്രോത്ത് കൂടുകയാണ്. നമ്മളെപ്പോഴും കോമൺ ആയിട്ട് ഇപ്പോൾ ഒപ്പിയിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ് ഈ ഫംഗസ് വയറിൻ്റെ അകത്തു നിന്നാണോ വരണേ. പക്ഷേ ശരിക്കും അത് നമ്മുടെ സ്കാൽപ്പിൻ്റെ സർഫസിൽ മാത്രമാണ് ഈ ഫംഗസ് ഉണ്ടാവുക. പക്ഷേ ശരിക്കും നമ്മുടെ ഡയറ്റിന് ശരിക്കും ഒരു റോളുണ്ട് ഈ ഫംഗസിൻ്റെ ഗ്രോത്തിനെ കൂടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഈ ഫംഗസിൻ്റെ ഗ്രോത്ത് കൂടിക്കഴിയുമ്പോഴത്തേക്കും ഈ ഡാൻഡ്രഫ് എന്ന് പറയുന്നത് ഒരു അലർജി സ്റ്റേറ്റിലേക്ക് പോകാം. അപ്പോൾ ശരിക്കും നമ്മളിപ്പം കാണുന്ന ആ പൊടി പോലെയുള്ളത്, അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഒരു എല്ലാവരും പറയും ഒരു പൊറ്റം പോലെ കാണുന്നത്, അതെല്ലാം നമ്മുടെ സ്കിന്നിൻ്റെ ഒരു പാർട്ട് തന്നെയാണ്. അപ്പം ആ ഒരു അലർജീനെ ട്രീറ്റ് ചെയ്ത് സെബോറിയനെ അണ്ടർ കൺട്രോളാക്കി വെക്കാൻ പറ്റുമെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. കാരണം നമുക്കതിനൊരു ഡിസീസ് കണ്ടീഷൻ ആകുന്നത് അതിനെ ഒരു സെബോറിക് കാപ്പിറ്റസ് അല്ലെങ്കിൽ അത് തന്നെ കുറച്ച് സിവിയറായി ചില ആളുകൾക്ക് സെബോസോറിയാസിസ് പോലത്തെ കണ്ടീഷൻസൊക്കെ വരാറുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മളെ ആ ഒരു ഇഷ്യൂവിനെ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ്. ചില ആളുകൾ സാധാരണ താരനാണ് എന്ന് പറഞ്ഞ് ചിലപ്പോൾ ഒരു സ്കാൽപ്പ് സോറിയാസിസ് ആയിരിക്കും ഒരു ലേറ്റർ സ്റ്റേജിൽ വന്ന് നമ്മുടെ കാണാനായിട്ട് വരാറുള്ളത്. അപ്പം ആ സ്കാൽപ്പ് കണ്ടീഷൻ ജസ്റ്റ് സാധാരണ ഡാൻഡ്രഫ് ആണോ അതല്ല നമ്മുടെ വേറെ ഏതെങ്കിലും ഡെർമറ്റോളജിക്കൽ കണ്ടീഷൻസ് ആണോ എന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നതാണ് ആദ്യം ചെയ്യേണ്ടത്. ഡാൻഡ്രഫ് മൂലം ഹെയർ ഫാൾ ഉണ്ടാവാൻ പാടില്ല. വളരെ ഒരു ചെറിയൊരു ശതമാനം വരെ നമുക്ക് ഡാൻഡ്രഫ് ഇഷ്യൂസ് കാരണം ഏറ്റവും നമ്മൾ കാണാറുള്ളത് ഈ ഡാൻഡ്രഫിനെ കളയാൻ വേണ്ടിയിട്ട്, ഡാൻഡ്രഫ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രൊസീജിയേഴ്സ് പോലെ ചെയ്യാറുണ്ട്. അപ്പോൾ അത് വഴിയിട്ട് നമ്മളതിന് ഹെയർ പിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ആ സ്കെയിൽ പൊറ്റം പോലുള്ളതിനെ പറിച്ച് കളയാൻ നോക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ സച്ച് ഹെയർ ഫോൾ കൂടാൻ സാധ്യതയുണ്ട്. ഹെയർ ഫോളിന് നമുക്ക് ഡെർമറ്റോളജിയിൽ എന്തൊക്കെ ട്രീറ്റ്മെൻറ്റാണ് മാഡം ഉള്ളത്? പുതിയ നൂതന ടെക്നോളജീസ് ഉണ്ടല്ലോ, അതിനെക്കുറിച്ചൊന്ന് പറയാം.
ഞാനീ പറഞ്ഞ പോലെ ഒരു ഹെയർ ഫോളിൻ്റെ കോസിനെ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ ഒരു മാനേജ്മെൻറ്റിൽ വരേണ്ടത്. അതിപ്പോൾ ഒരു ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി ആണെങ്കിൽ അല്ലെങ്കിൽ ബാക്കിയുള്ള കോസസ് ഹോർമോണൽ അങ്ങനെയുള്ളതാണെങ്കിൽ നമ്മൾ പ്രൊസീജിയേഴ്സിനേക്കാളും അതിൻ്റെ കോസിനെ ഐഡൻറ്റിഫൈ ചെയ്ത് ട്രീറ്റ് ചെയ്യേണ്ടതും. അത് കോസ് അനുസരിച്ചാണ് നമുക്ക് ട്രീറ്റ്മെൻറ്റ് വരുന്നത്. ഇപ്പം ഈ പറഞ്ഞ പോലെ നമുക്ക് ഹെയർ പെപ്റ്റൈഡ്സ്, ഹെയർ ഗ്രോത്തിനെ ഹെൽപ്പ് ചെയ്യുന്ന ഹെയർ പെപ്റ്റൈഡ്സിൻ്റെ സിറം ഫോമുലേഷൻസ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ എല്ലാവരും കേൾക്കാറുള്ളതാണ് മിനോക്സിഡിൽ. മിനോക്സിഡിൽ എന്ന് പറയുന്നത് നമ്മുടെ സ്കാൽപ്പിലുള്ള ഹെയറിലേക്ക് ബ്ലഡ് സപ്ലൈ കൂട്ടുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പം നമ്മളിപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മുടെ കഷണ്ടിയുടെയൊക്കെ കേസിൽ, അതായത് ആൻഡ്രോജനറ്റിക് അലോപീഷ്യയുടെയൊക്കെ കേസിൽ നമ്മളത് സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. കാരണം നമ്മുടെ ഓരോ സ്റ്റേജസിനെ അതിനെ ട്രീറ്റ് ചെയ്യേണ്ട ഇമ്പോർട്ടൻസ് എന്താണെന്ന് പറഞ്ഞാൽ അത് ട്രീറ്റ് ചെയ്തില്ല എങ്കിൽ പ്രോഗ്രസ് ചെയ്യും. അപ്പം അത് ഓരോ സ്റ്റേജസിലേക്കും പെട്ടെന്ന് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു ആവശ്യം വരുന്നത്. അതുപോലെ തന്നെ ഇപ്പം ഈ ആൻഡ്രോജനറ്റിക് അലോപീഷ്യയിൽ നമ്മുടെ ഹോർമോൺസിനൊരു ഇമ്പോർട്ടൻറ്റ് റോളുണ്ട്. അപ്പം ഈ ടെസ്റ്റോസ്റ്റെറോൺ പോലുള്ള ഹോർമോണിൻ്റെ കൺവേർഷനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു എൻസൈമിനെ പ്രിവെൻറ്റ് ചെയ്യുന്നതാണ് ഫിനാസ്ട്രൈഡ്. അപ്പം അതിൻ്റെ ലോഷൻസ് അവൈലബിൾ ആണ്. അതേപോലെ തന്നെ അതിൻ്റെ ഇപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ ആൻഡ്രോജനറ്റിക് അലോപീഷ്യയുടെ ഒരു സ്റ്റേജസ് അനുസരിച്ച് ഇതിൻ്റെ ഓറൽ ടാബ്ലറ്റ്സ് അവൈലബിൾ ആണ്. അതേപോലെ തന്നെ ഹെയർ പ്രൊസീജിയേഴ്സും ഉണ്ട്. ചില ആളുകൾക്ക് ഇപ്പം മരുന്നിൻ്റെ സൈഡ് എഫക്ട്സ് പേടിയുള്ള ആളുകൾക്ക് ഓറലി എടുക്കാൻ മടിയാണെങ്കിൽ ഈവൻ ഈ ഫിനാസ്ട്രൈഡിൻ്റെ ഒരു പുതിയൊരു ഫോമുലേഷനായി ഡ്യൂട്ടാസ്ട്രൈഡ്, അതിന് നമുക്ക് മൈക്രോ നീഡലിംഗ് വഴി സ്കാൽപ്പിൽ നമുക്ക് അത് ഇഞ്ചക്ഷൻ്റെ ആവശ്യമില്ല. മൈക്രോ നീഡലിംഗ് പ്രൊസീജിയറിന് ശേഷം നമുക്ക് ഇത് മീസോതെറാപ്പി എന്ന് പറയും. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഉള്ളിലെടുക്കുന്ന മെഡിസിൻസിൻ്റെ സൈഡ് എഫക്ട്സ് കുറയ്ക്കാൻ പറ്റും. അത് പക്ഷേ നമ്മൾ ആവശ്യമുള്ള ചേഞ്ചസ് നമുക്ക് കാണാനും പറ്റും. അതേപോലെ തന്നെ നമുക്കിപ്പം കോമൺ ആയിട്ട് കേൾക്കാറുള്ള PRP അഥവാ GFC. ഇപ്പം അതിൻ്റെ യൂസ് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ തന്നെയുള്ള ബ്ലഡ്, PRP എന്നാൽ പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ, GFC ഗ്രോത്ത് ഫാക്ടർ കോൺസെൻട്രേറ്റ്. അപ്പോൾ നമ്മുടെ ബോഡിയിൽ തന്നെയുള്ള ഒരു ബ്ലഡിലെ ഒരു കമ്പോണൻ്റ് ആണ് പ്ലേറ്റ്ലെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പ്ലേറ്റ്ലെറ്റിൽ നിന്ന് ഗ്രോത്ത് ഫാക്ടേഴ്സിനെ സെപ്പറേറ്റ് ചെയ്ത് നമുക്ക് ഈ ഹെയറിനെ കുറവുള്ള സ്ഥലത്ത് തിരിച്ച് ഇഞ്ചെക്റ്റ് ചെയ്യുന്ന പ്രോസസ്സാണ്. ഇതെല്ലാം റിലേറ്റീവ്ലി സേഫറാണ്. കാരണം നമ്മൾ ആ ചെയ്യുന്ന കണ്ടീഷൻസ് സേഫറാണ്. വേറെ ഇൻഫെക്ഷൻസ് അങ്ങനെയുള്ളതൊന്നും ഇല്ല എങ്കിൽ നമുക്കങ്ങനെ വേറെ സൈഡ് എഫക്ട്സോ അങ്ങനെയുള്ളതൊന്നും അല്ല. അതല്ല, ഈ റിജുവനേഷൻ പ്രോസസ്സ് വഴി ഹെയർ ഫോളിനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഹെയർ ഗ്രോത്തിനെ ഹെൽപ്പ് ചെയ്യും. ഇതൊക്കെ എത്ര സിറ്റിങ് ചെയ്യേണ്ടി വരും, അതത് കണ്ടിന്യൂ ചെയ്ത്, അതൊക്കെയാണ് നമ്മുടെ ജനങ്ങളുടെ ഒരു സംശയം. അതായത് നമ്മളൊരു പ്രോസസ്സ് ഒരു പ്രാവശ്യം ചെയ്താൽ ഈ പ്രൊസീജിയർ നമുക്ക് പിന്നെയും കണ്ടിന്യൂ ചെയ്യണോ, ഇത് നിർത്തിയാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ, അതിനെക്കുറിച്ചൊന്ന് പറയാം. ഞാനീ പറഞ്ഞ പോലെ നമ്മുടെ ഹെയർ ഫോളിൻ്റെ കോസാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഇപ്പോൾ നമുക്ക് ഒരു ട്രീറ്റബിൾ ആയിട്ടുള്ള, നമുക്ക് കംപ്ലീറ്റ്ലി റിവേഴ്സിബിൾ ആയിട്ടുള്ള ഇപ്പം ടിലോജൻ പോലത്തെ കണ്ടീഷൻസ് ആണെങ്കിൽ നമുക്ക് ആ സിറ്റുവേഷനെ മാനേജ് ചെയ്തതിന് ശേഷം അവർക്ക് അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് ആവശ്യമില്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. പക്ഷേ അത് വളരെ ഇപ്പോൾ ഓപ്പോസിറ്റായിട്ട് ഇപ്പോൾ ആൻഡ്രോജനറ്റിക് അലോപീഷ്യ അതൊരു ജനറ്റിക് അസോസിയേറ്റഡ് അല്ലെങ്കിൽ നമുക്ക് പാരമ്പര്യം അസോസിയേറ്റഡ് ആയിട്ടുള്ള കണ്ടീഷൻ ആണെങ്കിൽ നമ്മൾ അതിന് തുടർന്ന് ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യകത അതിൽ വരും. കാരണം നമുക്ക് ഹെയർ ഫോളിനെ പ്രിവെൻറ്റ് ചെയ്ത് നമ്മൾ അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകേണ്ടി വരും. മുടി കൊഴിച്ചിൽ കുറഞ്ഞതിന് ശേഷം ഉള്ള മുടീനെ നമ്മൾ പിന്നെ മുമ്പോട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകേണ്ടി വരും. പിന്നെ ഇപ്പോൾ ഈ ചോദിച്ച പോലെ പ്രൊസീജിയേഴ്സ് നമുക്ക് ഒരിക്കലും നമ്മളിപ്പം ആ PRP അഥവാ GFC പോലുള്ള പ്രൊസീജിയേഴ്സ് ഫസ്റ്റ് സിറ്റിങ്സ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആദ്യം ആ ഹെയർ ഫോൾ കുറയും. ഹെയർ ഫോളിലുള്ള മുടിയുടെ എണ്ണം കുറയും. പിന്നെ അതിന് ശേഷമാണ് അറ്റ്ലീസ്റ്റ് ഒരു 4 to 6 സിറ്റിങ്സ് നമ്മൾ പറയാറുണ്ട്, മാസത്തിൽ ഒരിക്കൽ എന്നുള്ള ഗ്യാപ്പിൽ. അപ്പം ഈ ഒരു മാസം കൊണ്ട് ആദ്യത്തെ സിറ്റിങ്ങിൽ ഹെയർ ഫോൾ കുറയും. പിന്നെ ഉള്ള സിറ്റിങ്സിൽ നമ്മുടെ ഹെയർ റീഗ്രോത്ത് വരും. ആദ്യം കുറച്ച് ബേബി ഹെയർസ് പോലെയുള്ളതായിരിക്കും. പിന്നെ ഈ ഹെയർസ് കുറച്ച് കട്ടി വെച്ച് വരും. പിന്നെ ഇപ്പം കുറച്ച് സിവിയർ ആയിട്ടുള്ള കണ്ടീഷൻസ് ആണെങ്കിൽ വൺസ് ഹെയർ ഗ്രോത്ത് കംപ്ലീറ്റ് ആണെങ്കിലും അവർക്ക് ഇടയ്ക്ക് PRP GFC പോലുള്ള പ്രൊസീജിയേഴ്സ് ഇടയ്ക്ക് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. മാം, നമ്മുടെ മാർക്കറ്റിൽ ഒരുപാട് പ്രോഡക്ട്സുകൾ അവൈലബിൾ ആണ് നമ്മുടെ സൗന്ദര്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ട്. ഇതൊക്കെ ഈ ബ്ലീച്ച് ചെയ്യാനുള്ള ക്രീമുകൾ, അതുപോലെ തന്നെ നമ്മുടെ ഫേഷ്യൽ ചെയ്യാനുള്ള പ്രോഡക്ട്സ്, അങ്ങനെയുള്ളതൊക്കെ എത്രത്തോളം നമുക്ക് സുരക്ഷിതമാണ്, അതിനെക്കുറിച്ചൊന്ന് പറയാം. ഇപ്പോൾ ഒരു സ്കിൻ കെയർ റുട്ടീൻ്റെ പാർട്ടായിട്ട് എല്ലാവരും വീട്ടിൽ തന്നെ ഫേഷ്യൽസ് അല്ലെങ്കിൽ ഇപ്പം നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണെന്നുള്ള രീതിയിൽ കോഫി പൗഡർ അങ്ങനെയൊക്കെ യൂസ് ചെയ്ത് കാണാറുണ്ട്. പക്ഷേ ഒരു പരിധിവരെ ഇതെല്ലാം നമ്മുടെ സ്കിന്നിൻ്റെ ടൈപ്പിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ചില ആളുകൾക്ക് വേറെ ഇഷ്യൂസ് ഇല്ല എങ്കിൽ വളരെ സെൻസിറ്റീവായിട്ടുള്ള ഫേസ് ആണെങ്കിൽ നമ്മുടെ നാച്ചുറൽ ഇൻഗ്രീഡിയൻ്റ് ആണെന്ന് വിചാരിച്ച് ഇപ്പം യൂസ് ചെയ്യുന്ന തൈര് പോലുള്ളത് അല്ലെങ്കിൽ മഞ്ഞൾ, അതെല്ലാം നാച്ചുറൽ ഇൻഗ്രീഡിയൻ്റ് ആണെങ്കിലും കുറച്ചൊരു ആസിഡിക് ആയിട്ടുള്ള അല്ലെങ്കിൽ അതിലുള്ള എല്ലാം
അതിലെല്ലാം ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് ഉണ്ട്. അതെല്ലാവരുടെ ഫേസിനും അങ്ങനെ സ്യൂട്ട് ആവണം എന്ന് ഇല്ല. അപ്പോൾ അത് കാരണം അലർജീസ് അല്ലെങ്കിൽ റെഡ്നെസ്, സ്കിൻ പീലിംഗ് പോലുള്ള അങ്ങനെയുള്ള ഇഷ്യൂസായിട്ട് നമ്മൾ OPDയിലെ പേഷ്യൻസ് കാണാറുണ്ട്. പിന്നെ നമ്മളിപ്പോൾ ഓൺലൈൻ കാണാറുള്ള ഒരു മെഡിസിൻസ് ഉണ്ട്. അപ്പം നമ്മളിപ്പോൾ ഒരു വൈറ്റനിങ് അല്ലെങ്കിൽ ലൈറ്റനിങ് ക്രീംസിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു അങ്ങനെയുള്ള ഒരു നമുക്കൊരു ഡിസീസ് കണ്ടീഷൻ ഉണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ ഒരു പിഗ്മെൻറ്റേഷൻ ഉണ്ട്, മെലാസ്മയുണ്ട്, കാത്തോസിസ് ഉണ്ട്, അങ്ങനെ സ്കിന്നിൻ്റെ ഫേസിലുള്ള ഒരു പിഗ്മെൻറ്റേഷൻ ആണെങ്കിൽ പോലും അത് കുറേ കാരണങ്ങൾ കൊണ്ടുവരാം. അപ്പം അതെല്ലാം ഒരൊറ്റ പിഗ്മെൻറ്റേഷനായിട്ട് നമുക്ക് അതിനെ ട്രീറ്റ് ചെയ്യാനായിട്ട് പാടാണ്. ചിലപ്പം ഒരു അലർജി ആയിരിക്കാം. അപ്പോൾ ആദ്യം ആ കോസ് എന്താണെന്നുള്ളത് ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കണ്ട് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. രണ്ടാമതായിട്ട് നമ്മൾ അവൈലബിൾ ആയിട്ടുള്ള, നമ്മളെപ്പോഴും കാണാറുള്ളത് സ്കിൻ ലൈറ്റനിങ് അല്ലെങ്കിൽ വൈറ്റനിങ് ക്രീംസ് ആണെങ്കിലും ഒരിക്കലും അതിൻ്റെ ഇൻഗ്രീഡിയൻസ് നമ്മൾ കാണാറില്ല. അല്ലെങ്കിൽ ആ ഒരു ഇൻഗ്രീഡിയൻറ്റ് ലിസ്റ്റ് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ഇപ്പം മെഡിക്കേറ്റഡ് പ്രോഡക്ട്സ് പോലെ അതിൽ ഏറ്റവും എല്ലാ പ്രോഡക്ട്സിൻ്റെയും അതിലുള്ള എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെ ഫുൾ ലിസ്റ്റ് ഉണ്ടാവണമെന്നുമില്ല. അപ്പം പെട്ടെന്നൊരു സ്കിൻ വൈറ്റനിങ് വരാനായിട്ട് നമുക്ക് ആ ക്രീംസിൽ സ്റ്റിറോയിഡ് കണ്ടെയ്നിങ് പ്രോഡക്ട്സ് ഉണ്ടാവും. അപ്പോൾ സ്റ്റിറോയിഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഡെർമറ്റോളജിയിൽ നമ്മുടെ ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് സ്റ്റിറോയിഡ്. എങ്കിലും അതൊരു ഡോക്ടറിൻ്റെ ഫോളോ അപ്പ് അല്ലെങ്കിൽ ഒരു അഡ്വൈസ് ഇല്ലാതെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചൊരു നാൾ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സ്കിന്ന് വൈറ്റ് ആകുന്നത് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ സ്കിന്നിൻ്റെ കട്ടി കുറഞ്ഞിട്ടാണ്. രണ്ട് രീതിയിൽ നമുക്ക് പിഗ്മെൻറ്റേഷൻ ഇമ്പ്രൂവ് ആകാം. മറ്റേതിപ്പം നമ്മൾ സാധാരണ പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇപ്പം കോജിക് ആസിഡ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇൻഗ്രീഡിയൻസ് ഉള്ള ക്രീംസ് കൊടുക്കുമ്പോൾ നമുക്ക് അത്ര പെട്ടെന്ന് റിസൾട്ട് കാണാത്തത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അതിന് സ്കിന്ന് സേഫാണ്, അതിൽ അങ്ങനെ വേറെ സൈഡ് എഫക്ട്സ് വരില്ല. പക്ഷേ സ്റ്റിറോയിഡ് ഉള്ള ലൈറ്റനിങ് ക്രീംസ് അല്ലെങ്കിൽ നമ്മളിപ്പം സാധാരണ മാർക്കറ്റിലുള്ള ക്രീംസ് യൂസ് ചെയ്തതിന് ശേഷം ആദ്യം കുറച്ചൊരു ദിവസം വളരെ ഒരു ലൈറ്റനിങ് ഉണ്ടെങ്കിൽ അതിന് ശേഷം സ്കിൻ ഡാമേജ് ആവാനുള്ള സാധ്യതയുണ്ട്. അത് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ലൈറ്റ് ഈവൻ വെയിലത്ത് ഇറങ്ങുന്നത് പോലും വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള രീതിയിൽ വരാം. അതേപോലെ തന്നെ വേറൊരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഈ പ്രോഡക്ട്സിലുള്ള കണ്ടൻറ്റുകൾ നമ്മളിപ്പോൾ കാണാറുണ്ട്. റീനൽ ഡിസീസസ് ഉണ്ടായി സ്കിൻ വൈറ്റനിങ് ക്രീംസിൽ നിന്ന് അല്ലെങ്കിൽ ഹെയർ പ്രൊസീജിയേഴ്സ് ചെയ്യുന്ന സമയത്ത്, കാരണം ഇപ്പം മെർക്കുറി പോലുള്ള മെറ്റൽസ് ഉണ്ടെങ്കിൽ അതിൻ്റെ അളവ് ഒരു പരിധി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ബോഡിയുടെ അകത്ത് തന്നെ ബാക്കിയുള്ള ഓർഗൻസിനെ എഫക്റ്റ് ചെയ്യാനും ഡിസീസ് കണ്ടീഷൻസും ഉണ്ടാക്കും. അപ്പോൾ എപ്പോഴും ഒരു സ്കിൻ പ്രോഡക്റ്റ് ചൂസ് ചെയ്ത് ഒരു ആക്റ്റീവ് ഇൻഗ്രീഡിയൻ്റ് ഉള്ള സ്കിൻ പ്രോഡക്റ്റ് ആണെങ്കിൽ എപ്പോഴും ഒരു ഡെർമറ്റോളജിസ്റ്റിൻ്റെ അഡ്വൈസിന് ശേഷം പ്രോഡക്റ്റ് ചൂസ് ചെയ്യുന്നതാണ് ബെറ്റർ. ഒരു ഹെൽത്തി സ്കിൻ ടൈപ്പ് ഉണ്ടാവാൻ ചെറിയ ടിപ്സ് മാഡത്തിന് പറയാൻ പറ്റുമോ? ഇപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ ബേസിക് റുട്ടീൻസ് ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ ഡയറ്റിന് ശരിക്കും ഒരു റൂളുണ്ട്. നമ്മളിപ്പം ഞാൻ ഈ പേഷ്യൻസിനോട് പറയാറുണ്ട്, നമ്മൾ ഈ കിച്ചണിലുള്ള കാര്യങ്ങളെല്ലാം ഫേസിൽ അപ്ലൈ ചെയ്യുന്നതിന് പകരം നമ്മളത് കഴിക്കുന്നത് ഒത്തിരി ഹെൽപ്പ് ചെയ്യും. ഫ്രൂട്ട്സ് അല്ലെങ്കിൽ വിറ്റമിൻ സി ശരിക്കും നമ്മൾ ഓറൽ വിറ്റമിൻ സി പിഗ്മെൻറ്റേഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. ഇപ്പം സിട്രസ് ഫ്രൂട്ട്സൊക്കെ ഡെയിലി എടുക്കുന്നത് നമ്മുടെ ഹെൽത്തിനെ ഗ്ലോ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ ആൻറ്റി ഓക്സിഡൻറ്റ് റിച്ച് ആയിട്ടുള്ള ഫുഡ്, ഇപ്പം ബദാം പോലെയുള്ളത് അല്ലെങ്കിൽ നട്ട്സ്, അതൊക്കെ നമുക്ക് കുറച്ചും കൂടെ ഒരു സ്കിൻ ഹെൽത്തി ആവാൻ ഹെൽപ്പ് ചെയ്യും. നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യുക, സ്ട്രെസ്സ് കുറയ്ക്കുക, പിന്നെ എക്സ്റ്റേണൽ ക്ലൈമറ്റ് കണ്ടീഷൻസ് ആണെങ്കിലും കുറച്ചൊന്ന് ബാലൻസ്ഡ് ആവുന്നുള്ള രീതിയിൽ പോവുക. നമ്മൾ ഒരുപാട് ഇപ്പോൾ എക്സ്ട്രീം ടെമ്പറേച്ചേഴ്സൊക്കെ പോവുകയാണെങ്കിൽ ഭയങ്കര ചൂട് അല്ലെങ്കിൽ അങ്ങനെയുള്ളതാണെങ്കിൽ അതനുസരിച്ച് നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക. ഡ്രൈ ഏരിയാസ് ആണെങ്കിൽ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക. നമ്മളിപ്പം നന്നായിട്ട് വെയിൽ കൊള്ളുന്നതിന് മുമ്പ് സൺസ്ക്രീൻ റെഗുലർലി യൂസ് ചെയ്യുക. അതൊക്കെ നമുക്ക് ഒരു ഹെൽത്തി സ്കിന്നിനെ ഹെൽപ്പ് ചെയ്യും. മാം, ഒരു സ്ത്രീ അല്ല ഒരു പുരുഷൻ ഏറ്റവും കൂടുതൽ സുന്ദരി അല്ലെങ്കിൽ സുന്ദരനായിരിക്കണം എന്ന് വിചാരിക്കുന്നൊരു മുഹൂർത്തമാണ് നമ്മുടെ മാരേജ് എന്ന് പറയുന്ന സമയം. അങ്ങനെ ഒരു വ്യക്തി മാഡത്തെ സമീപിച്ചാൽ നമുക്ക് വിവാഹ സംബന്ധമായ നമ്മുടെ ഒരുക്കങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് മാഡത്തിന് എന്തൊക്കെ പ്രൊസീജിയേഴ്സ് സജസ്റ്റ് ചെയ്യാൻ പറ്റും ഒന്ന് പറയാം? ഒരു ബ്രൈഡ് അല്ലെങ്കിൽ ഒരു ഗ്രൂം ഒരു വെഡിങ് ഫംഗ്ഷന് മുമ്പ് അറ്റ്ലീസ്റ്റ് ഒരു 3 to 6 months മുമ്പ് സ്കിൻ കെയർ റുട്ടീൻസും അതുപോലെ തന്നെ പ്രൊസീജിയേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. അവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഹോസ്പിറ്റലിൽ അവൈലബിൾ ആയിട്ടുള്ള കോസ്മെറ്റിക് പ്രൊസീജിയേഴ്സാണ് ഹൈഡ്രോഫേഷ്യൽ, മെഡിഫേഷ്യൽ, അതേപോലെ തന്നെ ലേസർ ടോണിങ്, കാർബൺ ലേസേഴ്സ്, അങ്ങനെയുള്ള പ്രൊസീജിയേഴ്സൊക്കെ നമ്മുടെ സ്കിന്നിനെ ഹെൽത്തി ആക്കുകയും ചെയ്യും. ആ ഒരു ദിവസത്തേക്ക് നമ്മുടെ സ്കിൻ ടാനിങ് ഇഷ്യൂസ്, പിഗ്മെൻറ്റേഷൻ അതെല്ലാം കുറയ്ക്കും.
കുറയ്ക്കുകയും സ്കിൻ ഗ്ലോയും കുറച്ച് ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഒരു സ്കിൻ കൺസൾട്ടേഷൻ ചെയ്ത് നമ്മുടെ സ്കിന്നിനെ ഒന്ന് അനലൈസ് ചെയ്ത് ഏതാണ് പ്രൊസീജിയർ ഫേസിന് സ്യൂട്ട് ആവുന്നതെന്നുള്ള രീതിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ബെറ്റർ. നമ്മളിപ്പോൾ ഒരു വളരെ അടുത്ത് പോയിട്ടൊരു പ്രൊസീജിയർ ചെയ്യുന്നതിനേക്കാളും ഏറ്റവും ഐഡിയൽ ഇതെല്ലാം ഒരു സിറ്റിങ്സിൽ ചെയ്യുമ്പോഴാണ്. അതായത് ഒരു വൺ ടൈം പ്രൊസീജിയേഴ്സ് അല്ല ഇതെല്ലാം ഒരു അറ്റ്ലീസ്റ്റ് ഒരു 3 to 4 സിറ്റിങ്സ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ഫേസിന് നമ്മൾ ഒരു പിഗ്മെൻറ്റേഷൻ കുറയാനും ഗ്ലോ പോലുള്ളത് നമുക്കൊരു എവിഡൻറ്റ് റിസൾട്ട്സ് എപ്പോഴും കിട്ടുന്നത്. ഏറ്റവും ബെറ്റർ നമ്മൾ ഈ കല്യാണത്തിന് അടുത്തുള്ള ദിവസങ്ങളിൽ ഒരു സ്കിൻ കെയർ പുതിയ പ്രോഡക്ട്സ് അറ്റ്ലീസ്റ്റ് ഒരു 3 weeks എങ്കിലും മുമ്പ് സ്റ്റാർട്ട് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഇപ്പം ഞാൻ ഈ പറഞ്ഞ ഈ പ്രൊസീജിയേഴ്സിൽ ഹൈഡ്രാഫേഷ്യൽ അതുപോലെ മെഡിഫേഷ്യൽസൊക്കെ ഒട്ടും തന്നെ നമുക്ക് ഡൗൺ ടൈം ഇല്ല. അതായത് നമ്മുടെ ഇപ്പം ചില പ്രൊസീജിയേഴ്സ് ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മുടെ ലേസേഴ്സ് അല്ലെങ്കിൽ കെമിക്കൽ പീൽസ് ഒക്കെ കുറച്ച് നാൾ മുമ്പ്, അതായത് അറ്റ്ലീസ്റ്റ് ഒരു 2 weeks 3 weeks ടൈം നമുക്ക് ആവശ്യമാണ് ആ സ്കിന്ന് ഇമ്പ്രൂവ് ആയി അല്ലെങ്കിൽ പീലിംഗ് പോലുള്ള അല്ലെങ്കിൽ റെഡ്നസ് ഒക്കെ ഒന്ന് ഇമ്പ്രൂവ് ആവാനായിട്ട്. പക്ഷേ ഹൈഡ്രാഫേഷ്യലും മെഡിഫേഷ്യൽസൊക്കെ വളരെ സേഫാണ്. ഒട്ടും തന്നെ ഒരു റെഡ്നസ്സോ അങ്ങനെയുള്ളതൊന്നുമില്ല. നമുക്കൊരു ഇമ്മീഡിയറ്റ് റിസൾട്ട് കിട്ടും. അതേപോലെ തന്നെ ഗ്ലോ പീൽസ് ഉണ്ട്. നമുക്കിപ്പോൾ ഒരു പാർട്ടി പീൽസ് എന്ന് പറയുന്നത് ഒട്ടും ടൈം എടുക്കുകയില്ല. അതേപോലെ തന്നെ നമുക്കൊരു ഫംഗ്ഷന് ജസ്റ്റ് ഒരു 1 or 2 days മുമ്പാണെങ്കിൽ പോലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന പ്രൊസീജിയേഴ്സാണ് ഇതെല്ലാം. അതുപോലെ തന്നെ ഞാൻ ചോദിക്കട്ടെ മാഡം, നമുക്ക് ഹെയർ ഗ്രോത്ത്, നമ്മുടെ ഫേസിൽ ഒരുപാട് ഹെയർ ഗ്രോത്ത് ഇപ്പം ഒരുപാട് ലേഡീസ് ഫേസ് ചെയ്യുന്ന വലിയൊരു പ്രശ്നമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എന്താണെന്നോ അതൊന്ന് വിശദീകരിക്കാം. നമ്മുടെ ഇപ്പം ഫേഷ്യൽ ഹെയർസിൽ ഏറ്റവും കോമൺ ആയിട്ട് ആദ്യം നമ്മൾ റൂൾ ഔട്ട് ചെയ്യേണ്ടത് നമുക്ക് എന്തെങ്കിലും ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടോ ഇഷ്യൂസ് ഉണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ അത് നമ്മളെ കൺസൾട്ട് ചെയ്ത് നമ്മളതിനുള്ള ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് വേറെ ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഒരു സൈഡിൽ കൂടിയും പിന്നെ നമ്മുടെ ഹെയറിന് വേണ്ടിയിട്ട് ഏറ്റവും എഫക്റ്റീവായിട്ടുള്ളത് ലേസേഴ്സാണ്. നമുക്ക് എല്ലാവർക്കും പേടിയാണ് ലേസേഴ്സ് റേഡിയേഷൻ ആണോ, നമ്മുടെ ഹെൽത്തിന് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവുമോ. പക്ഷേ എന്നാൽ ആ ലേസറിൽ പറയുന്ന പോലെ അത് ജസ്റ്റ് ഒരു വേവ് ലെങ്ത്തിലുള്ള ലൈറ്റാണ്. അപ്പം ഈ ലൈറ്റ് നമ്മുടെ സ്കിന്നിൻ്റെ സർഫസിലുള്ള ഹെയറിൻ്റെ ഒരു കറുപ്പ്, അതായത് ആ മെലാനിനെ ടാർഗറ്റ് ചെയ്യുന്നത് വഴി ഹെയറിൻ്റെ കട്ടി കുറയ്ക്കുകയും അതിൻ്റെ ഹെയർ ഗ്രോത്തിനെ കുറയ്ക്കുകയും ചെയ്യുന്ന പ്രൊസീജിയറാണ് ലേസേഴ്സ്. നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ള പ്രൊസീജിയറാണ്. പക്ഷേ ലേസറിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ അത് ഒരു സിറ്റിങ് പോരാ. കാരണം നമ്മുടെ എപ്പോഴും ഒരു ഹ്യൂമൻ ഹെയർ വളരുന്നത് ഒരു ഗ്രോത്ത് സൈക്കിൾസ് വഴിയാണ്. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു 4 to 6 സിറ്റിങ്സ് നമ്മൾ മന്ത്ലി ഇൻ്റർവെല്ലിൽ പറയും. അതായത് ഒരു മാസത്തെ ഗ്യാപ്പിൽ ഒരു സെഷൻ എന്നുള്ള രീതിയിൽ തുടക്കത്തിലൊരു 4 to 6 തവണ ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഹെയറിൻ്റെ കട്ടി കുറഞ്ഞു വരുവാണ്. പിന്നെ അതിന് മെയിൻ്റനൻസിൽ നമ്മുടെ കട്ടി കൂടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് സെഷൻസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. മാഡത്തിൻ്റെ വിലപ്പെട്ട സമയം നമുക്ക് വേണ്ടി ചിലവാക്കിയതിനും അതുപോലെ തന്നെ ചർമ്മരോഗ സംബന്ധമായ വിഷയങ്ങളെക്കുറിച്ച് നമുക്ക് കൂടുതലായി പറഞ്ഞു തരികയും ആ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാമെന്നും അതിനെ സംബന്ധിച്ചുള്ള ട്രീറ്റ്മെൻറ്റിനെക്കുറിച്ചും നമുക്ക് മാഡം വളരെ വ്യക്തമായി ഭംഗിയായി പറഞ്ഞു തന്നു. അതിനായി മാഡത്തിന് വലിയൊരു നന്ദി പറയുന്നു. സെൻറ്റ് മേരീസ് ഹോസ്പിറ്റലിൻ്റെ മറ്റൊരു ബ്രോഡ്കാസ്റ്റിംഗ് എപ്പിസോഡുമായി വീണ്ടും കാണാം. നന്ദി.